നമസ്കാരം. ADM നവീൻ ബാബുവിൻ്റെ മരണത്തെ തുടർന്ന് അഥവാ ADM നവീൻ ബാബുവിൻ്റെ കൊലപാതകത്തെ തുടർന്ന് CPM-ൽ ആരെങ്കിലും പ്രതിരോധത്തിലായിട്ടുണ്ടെങ്കിൽ, പ്രതിക്കൂട്ടിലായിട്ടുണ്ടെങ്കിൽ അത് സംശയലേശമെന്നേ പറയാൻ സാധിക്കും. കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ PP ദിവ്യ തന്നെയാണ്. ADM നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ADM നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ഒരേ ഒരു പ്രതിയായി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് PP ദിവ്യയെ തന്നെയാണ്. ഏതാണ്ട് 15 ദിവസത്തോളം PP ദിവ്യയ്ക്ക് പോലീസ് കസ്റ്റഡിയിൽ കഴിയേണ്ടി വന്നു എന്നുള്ളതും വാസ്തവം തന്നെയാണ്. എന്നാൽ ഇപ്പോൾ PP ദിവ്യയ്ക്കെതിരെ മറ്റ് ഗുരുതരമായ ചില ആരോപണങ്ങളുമായി KSU സംസ്ഥാന വൈസ് പ്രസിഡന്റായ മുഹമ്മദ് ഷമാസ്, കണ്ണൂർക്കാരനായ മുഹമ്മദ് ഷമാസ് ചില ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. PP ദിവ്യ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ അനധികൃതമായ ഭൂമി ഇടപാടുകൾ നടത്തിയിരിക്കുന്നു എന്നുള്ളതും 10.47 കോടി രൂപയുടെ അനധികൃത നിർമ്മിതി ഇടപാടുകൾ നടത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് മുഹമ്മദ് ഷമാസ് കണക്കുകൾ സഹിതം ഇപ്പോൾ വിജിലൻസിന് പരാതികൾ നൽകിയിരിക്കുന്നത്. താനിത് വെറുതെ പറയുന്നതല്ല, ജില്ലാ പഞ്ചായത്തിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടിങ്ങോട് കൂടി തന്നെയാണ് PP ദിവ്യയുടെ കള്ളക്കളികൾ, PP ദിവ്യയുടെ ബിനാമി കമ്പനിയായ കാർട്ടൺ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടേതുൾപ്പെടെയുള്ള എല്ലാ നിർമ്മിതികളും ഷമാസ് അനധികൃതമാണ് എന്ന് കണ്ടെത്തി കൃത്യമായി തന്നെ ഇതിൻ്റെ ദുരൂഹമായ ഇടപാടുകൾ അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് രേഖകൾ സഹിതം വിജിലൻസ് ഡയറക്ടർക്ക് കഴിഞ്ഞ ദിവസം ഷമാസ് പരാതി നൽകിയത്. ഇതിനു മുമ്പേ തന്നെ ഷമാസ് ഏതാണ്ട് ഒരു മാസത്തിന് മുമ്പേ തന്നെ PP ദിവ്യയുടെ അനധികൃത ഭൂമി ഇടപാടുകളെക്കുറിച്ച് രേഖാസഹിതം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് ചില ആരോപണങ്ങൾ ഉയർത്തുകയുണ്ടായി. എന്നാൽ നാളിതുവരെയും PP ദിവ്യ ഷമാസിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് പറഞ്ഞെങ്കിലും ഇതുവരെയും ഷമാസിനെതിരെ നിയമ നടപടിയുമായി ഒരു ചെറുവിരൽ പോലും അനക്കാൻ PP ദിവ്യയ്ക്ക് ആയിട്ടില്ല എന്നുള്ളത്, ഈ വിഷയവുമായി PP ദിവ്യ മുന്നോട്ട് പോവുകയാണെങ്കിൽ അക്ഷരാർത്ഥത്തിൽ PP ദിവ്യ പ്രതിരോധത്തിലാകും, അകത്തു പോകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർ തനിക്കെതിരെ യാതൊരു തരത്തിലുള്ള നിയമ നടപടികളും സ്വീകരിക്കാതിരുന്നത് എന്നാണ് മുഹമ്മദ് ഷമാസ് ഇപ്പോൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. ക്രൈമിൻ്റെ കറസ്പോണ്ടന്റായ അയ്യപ്പദാസുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ തന്നെയാണ് മുഹമ്മദ് ഷമാസ് ഇത്തരത്തിൽ തുറന്നടിച്ചത്. ADM നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് PP ദിവ്യയ്ക്കും CPM-ലെ കണ്ണൂർ ലോബിക്കും കൃത്യമായ പങ്കുണ്ട് എന്നുകൂടിയാണ് ഷമാസ് പറയാതെ പറഞ്ഞു വയ്ക്കുന്നത്. CPM-നും കണ്ണൂർ ലോബിക്കും ADM നവീൻ ബാബുവിൻ്റെ മരണത്തിൽ പങ്കില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് പിണറായി വിജയനും CPM-ഉം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ CBI അന്വേഷണം വേണ്ട എന്ന സത്യവാങ്മൂലം കൊടുത്തത്? എന്തുകൊണ്ടാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ തന്നെ നേരിട്ട് വന്ന് പറഞ്ഞത് ADM നവീൻ ബാബുവിൻ്റെ മരണം അന്വേഷിക്കുന്നതിന് വേണ്ടി CBI അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞതിൻ്റെ പുറകിലെ ഉദ്ദേശം എന്തായിരുന്നു? PP ദിവ്യയെ പോലെ കണ്ണൂർ ലോബി എന്നറിയപ്പെടുന്ന CPM-ന്റെ പ്രമുഖ നേതാക്കളെയെല്ലാം സംരക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി ഇവർ ചെയ്ത അനധികൃത ഇടപാടുകളുടെ കൃത്യമായ രേഖകൾ നവീൻ ബാബുവിൻ്റെ കയ്യിൽ ഉണ്ടാകാം എന്നുള്ള ഒരു ധാരണയോടുകൂടി തന്നെയാണ് സർക്കാരിന് എന്തൊക്കെയോ ഇതിൽ മറച്ചു വയ്ക്കാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ CBI അന്വേഷണം വേണ്ട എന്ന സത്യവാങ്മൂലം പിണറായി വിജയനും കൂട്ടരും നൽകിയത് എന്നാണ് ഷമാസ് തുറന്നടിച്ചത്. കണ്ണൂരിലെ ടൂറിസ്റ്റ് കേന്ദ്രം എന്നറിയപ്പെടുന്ന പാലക്കയം തട്ടിലെ ഏക്കർ കണക്കിന് ഭൂമിയാണ് PP ദിവ്യയും PP ദിവ്യയുടെ പങ്കാളിയുമായ മറ്റൊരാളും കൂടി ചേർന്ന് PP ദിവ്യയുടെയും PP ദിവ്യയുടെ ഭർത്താവായ അജിത്തിൻ്റെയും പേരിൽ ആധാരം നടത്തിയിരിക്കുന്നത് എന്നാണ് ഷമാസ് ആരോപിച്ചത്. കൂടാതെ ജില്ലാ ആശുപത്രിക്ക് സമീപം കോസ്റ്റൽ ഏരിയയിൽ, അതായത് ഒരു തരത്തിലുള്ള നിർമ്മിതി പ്രവൃത്തികളും നടത്താൻ സാധിക്കാത്ത പ്രതിരോധ വകുപ്പിൻ്റെ പരിധിയിൽ വരുന്ന ആ ഭൂമിയിൽ 49 സെന്റ് ഭൂമി എന്തിനാണ് PP ദിവ്യ കോടിക്കണക്കിന് രൂപയ്ക്ക് വാങ്ങിയിട്ടത് എന്നുള്ളത് ഇപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതിന് പിറകിൽ കൃത്യമായ അഴിമതി തന്നെ നടന്നിരിക്കുന്നു. കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ഇതിലൂടെ PP ദിവ്യ നടത്തിയെടുത്തിരിക്കുന്നത് എന്ന് തന്നെയാണ് ഷമാസ് തുറന്നടിച്ചത്. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് നവീൻ ബാബുവിനെ കണ്ണൂരിൻ്റെ മണ്ണിൽ നിന്നും അദ്ദേഹത്തിൻ്റെ നാടായ പത്തനംതിട്ടയിലേക്ക് പോകുവാൻ വേണ്ടി PP ദിവ്യയും കൂട്ടരും അനുവദിക്കാതിരുന്നത് എന്നുള്ള ഒരു വിവരണം കൂടി ഷമാസിൻ്റെ ശബ്ദരേഖയിൽ അടങ്ങിയിരിക്കുന്നു. അഥവാ ഷമാസ് പറയാതെ പറയുന്നതും ഇത് തന്നെയാണ്. ADM നവീൻ ബാബുവിനെ ആസൂത്രിതമായി കൊന്നത് തന്നെയാണ് എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം വേണ്ട എന്ന് CPM ഭയക്കുന്നതും അത് തന്നെയാണ് എന്നുള്ളതാണ് ഷമാസ് എടുത്തു പറഞ്ഞത്. PP ദിവ്യയുടെ അനധികൃത ഇടപാടുകളെക്കുറിച്ച് ഷമാസ് ക്രൈം കറസ്പോണ്ടന്റ് അയ്യപ്പദാസുമായി നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. സമാസൻ നമസ്കാരം. ഞാൻ വിളിച്ചത്
നമ്മുടെ ഈ നവീൻ ബാബു സാറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലാ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യയ്ക്ക് എതിരെ താങ്കൾ ഈ കഴിഞ്ഞ നാളുകളിൽ അവരുടെ അനധികൃത സമ്പാദ്യത്തെക്കുറിച്ച് കഴിഞ്ഞ നാളുകളിൽ 2 പത്രസമ്മേളനങ്ങൾ കഴിഞ്ഞു. അപ്പോ ഇത്തരത്തിൽ ഈ പറയുന്ന പി ദിവ്യയുടെ അനധികൃത സമ്പാദ്യത്തെ കുറിച്ച് പൊതുജന സമക്ഷം താങ്കളെപ്പോലൊരു യുവ നേതാവ് കാരണങ്ങൾ നിരത്തി വളരെ സത്യസന്ധമായ ചില തെളിവുകൾ പറയുമ്പോൾ തിരിച്ച് മറുപടി പോലും പറയാൻ കഴിയാത്ത രീതിയിൽ പി ദിവ്യ ആകെ കുരുങ്ങി നിൽക്കുവാണ്. ഷമാസിന്റെ അറിവിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം കഴിഞ്ഞു. എന്നിരിക്കലും നമ്മളുമായുള്ള സംഭാഷണത്തിൽ എന്തൊക്കെയാണ് ഇതിനെ സംബന്ധിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? ഒന്ന് ചുരുക്കി പറഞ്ഞാൽ മതി. തീർച്ചയായും ഇവിടെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഷയം ചൂണ്ടിക്കാട്ടിയത് മുതൽ മറുപടിയില്ലാതെ PPTV പ്രതിരോധത്തിലായിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർക്ക് ഒരു തരത്തിലും മറുപടി പറയാൻ സാധിക്കാത്തത്. ഞാൻ തുടക്കത്തിൽ ഈ വിഷയം എന്റെ ശ്രദ്ധയിലേക്ക് പെടുന്നത് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി ദിവ്യ പലതരത്തിലുള്ള ബിനാമി ഇടപാടുകളും ഉണ്ടെന്നും അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടെന്നും ഇവർക്ക് പല സ്ഥലത്തും ഭൂമിയും മറ്റു ബിസിനസ് സംരംഭങ്ങളും ഉണ്ട് എന്ന രീതിയിലൊക്കെയുള്ള വാർത്തകൾ അന്തരീക്ഷത്തിലുണ്ടായിരുന്നു. അതിനിടയിലാണ് തീർത്തും അപ്രതീക്ഷിതമായി ഒരു കമ്പനിക്ക് ജില്ലാ പഞ്ചായത്തിന്റെ കോടിക്കണക്കിന് രൂപയുടെ വർക്ക് കൊടുത്ത ഒരു വാർത്ത എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഞാൻ അതിന്റെ പിറകെ പോയി ഈ പറഞ്ഞ ബിനാമി കമ്പനിയായ കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ വിശദാംശങ്ങളെ കുറിച്ച് അന്വേഷിച്ചു. അതിന്റെ കമ്പനി ഡയറക്ടർമാരെ കുറിച്ച് അന്വേഷിച്ചു. ആ ഡയറക്ടർമാരുടെ അഡ്രസ് ഉൾപ്പെടെ പരിശോധിച്ച് നോക്കുമ്പോൾ PPTVയുമായി PPTVയുടെ നാട്ടുകാരാണ്, അവരുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകളാണ് എന്നൊക്കെ മനസ്സിലായി. അപ്പൊ സ്വാഭാവികമായും അതിനകത്ത് കൂടുതൽ ആകാംക്ഷയുണ്ടായി. അതിന്റെ മറ്റു വശങ്ങളെ കുറിച്ച്, ലഭിച്ച വർക്കുകളെ കുറിച്ച് ഒക്കെ അന്വേഷിച്ചു. സമാന്തരമായി തന്നെ PPTVയുടെ മറ്റു വിവരങ്ങളെ സംബന്ധിച്ചും അന്വേഷണം നടത്തി. ഈ പറഞ്ഞ എല്ലാ മേഖലയിലും അന്വേഷിച്ച് മുന്നോട്ട് പോയപ്പോ വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്, രേഖകളാണ് ലഭിച്ചത്. വ്യത്യസ്ത തലത്തിൽ ഈ പറയപ്പെട്ട ബിനാമി കമ്പനിക്ക് കോടിക്കണക്കിന് രൂപയുടെ വർക്ക് ഒരു വശത്ത് ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ പി ദിവ്യയുടെ ഭർത്താവ് ഉൾപ്പെടെ ഈ പറയപ്പെട്ട കമ്പനിയുടെ ഡയറക്ടറായ MD ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന് കണ്ണൂരിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായ പാലക്കയംതട്ടിൽ 4 ഏക്കറോളം ഭൂമി വാങ്ങുന്ന സാഹചര്യം. അങ്ങനെ ഇവരെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന നിരവധി വിഷയങ്ങൾ സംബന്ധിച്ചുള്ള തെളിവുകൾ ലഭിക്കുകയാണ്. വളരെ പ്രയാസപ്പെട്ട രേഖകളെല്ലാം സംഘടിപ്പിച്ച് വളരെ ആധികാരികമായ രേഖകളുടെയും തെളിവുകളുടെയും പിൻബലത്തിൽ തന്നെയാണ് ഈ വിഷയം പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് ആദ്യം ഞാൻ ചൂണ്ടിക്കാട്ടിയത്. ഞാൻ പത്രസമ്മേളനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ PPTVയുടെ ആദ്യ പ്രതികരണം വരികയുണ്ടായി. എന്നെ കളിയാക്കിക്കൊണ്ട് വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആദ്യമായി വന്നു. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഈ ദിവ്യ വളരെ മാനസികമായി പ്രതിക്കൂട്ടിലായ, വളരെ പ്രയാസത്തിലായ ഒരു സാഹചര്യമാണ് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയം. PPTVയെ പാർട്ടി പുറത്താക്കുന്നു, PPTV ജയിലിൽ കിടക്കേണ്ടി വരുന്നു, അങ്ങനെ PPTV കൊടിയിൽ പോകേണ്ടി വരുന്നു, അങ്ങനെ വ്യത്യസ്ത തലങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു. അന്നൊന്നും അത്രയേറെ പ്രതിരോധത്തിലായ സമയത്ത് പോലും ഒരക്ഷരം ഉരിയാടാത്ത, ഫേസ്ബുക്കിൽ പോയിട്ട് പൊതുസമൂഹത്തിനിടയിൽ പോലും മാധ്യമങ്ങൾക്ക് മുമ്പിൽ പോലും ഒന്നും പ്രതികരിക്കാത്ത ദിവ്യ ഞാൻ ഈ വിഷയം ഉന്നയിച്ച ഉടനെ അക്കാര്യത്തിൽ പ്രതികരണം ഉണ്ടായി എന്ന് കണ്ടപ്പോൾ തന്നെ കൃത്യമായി ഇക്കാര്യത്തിൽ PPTVക്ക് എന്തൊക്കെയോ ഭയപ്പെടുന്നുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് രണ്ടാമത് അതിന്റെ പിറകെ കൂടുതലായി വിശദാംശങ്ങളുമായി പോകാൻ എന്നെ പ്രേരിപ്പിച്ചത്. അതിൽ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ വിവിധ പദ്ധതികൾ, അത് ആദ്യം ഈ പറഞ്ഞ ബിനാമി കമ്പനിക്ക് സിൽക്ക് വഴി നിരവധി കോടിക്കണക്കിന് രൂപയുടെ വർക്കുകൾ കൊടുത്തു. സമാനമായ രീതിയിൽ ജില്ലാ നിർമ്മിതി കേന്ദ്രവുമായി ബന്ധപ്പെട്ട് 10.47 കോടി രൂപയുടെ വർക്ക്, കരാർ പ്രവൃത്തികൾ ജില്ലാ നിർമ്മിതി കേന്ദ്ര വഴി പറയപ്പെട്ട ബിനാമി കമ്പനി ഉൾപ്പെടെയുള്ള കമ്പനികൾക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി.
അതിലേറ്റവും കൗതുകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ആ ബിനാമി കമ്പനിയുടെ ചെയർമാൻ, ആ ബിനാമി കമ്പനിക്ക് ഉൾപ്പെടെ കരാർ ലഭിച്ച നിർമ്മിതി കേന്ദ്രയുടെ ചെയർമാൻ ജില്ലാ കളക്ടർ ആയിരുന്നു എന്നുള്ളതാണ്. ഈ പറയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന PP ദിവ്യ അതേ ജില്ലാ നിർമ്മിതി കേന്ദ്രയുടെ ഗവേണിംഗ് ബോഡിയിൽ ഉൾപ്പെടെ ഉൾക്കൊള്ളുന്ന ആളുമാണ്. അങ്ങനെ വ്യത്യസ്ത തലത്തിൽ സർവത്ര അഴിമതിയും ഈ പറഞ്ഞ ക്രമക്കേടുകളും ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്ന് തെളിവുകൾ സഹിതം, കൃത്യമായ രേഖകൾ സഹിതം എനിക്ക് പൊതുസമൂഹത്തിന് മുമ്പിൽ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് 2 തവണ പത്രസമ്മേളനം നടത്തിയപ്പോഴും സമാനമായ രീതിയിൽ PP ദിവ്യയുടെ ഭാഗത്തുനിന്ന് പ്രതികരണങ്ങൾ ഉണ്ടായി. വ്യക്തിപരമായി അധിക്ഷേപിച്ചു. സമീപർ CPM അണികൾ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഒരു വശത്തുണ്ടായി. എനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും, കോടതിയിൽ പാർக்கலாம் എന്ന രീതിയിലൊക്കെയുള്ള പ്രതികരണങ്ങളും PP ദിവ്യയുടെ ഭാഗത്തുണ്ടായി. എന്നാൽ അവിടെ ഒന്നും ഇത് അവസാനിച്ചില്ല. ഈ സംഭവം ഞാൻ പുറത്തു പറഞ്ഞ 1 മാസം എന്നിവ പിന്നിട്ട് നിൽക്കുമ്പോഴും ഈ പറയപ്പെട്ട ഒരു നിയമ നടപടിയും PP ദിവ്യക്ക് എനിക്കെതിരെ സ്വീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഒരു തരത്തിലും ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയാനും കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് ഞാൻ കൃത്യമായ തെളിവുകളുടെയും രേഖകളുടെയും പിൻബലത്തോടുകൂടി തന്നെ നിയമ നടപടികളുമായി ഞാൻ തന്നെ മുന്നോട്ട് പോയത്. സംസ്ഥാന വിജിലൻസ് ഡയറക്ടർക്ക് നേരിട്ട് കണ്ട് കഴിഞ്ഞ ദിവസം ഈ രേഖകൾ തെളിവുകളുമെല്ലാം സഹിതം പരാതി നൽകുകയുണ്ടായി. ഈ പറഞ്ഞ എല്ലാ തരത്തിലും പ്രതിരോധത്തിലാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയി. ആ ഇടയിൽ തന്നെയാണ് ഞാൻ ഉന്നയിച്ച ഈ സ്വകാര്യ ബിനാമി കമ്പനിയുമായി ബന്ധപ്പെട്ട കരാർ പ്രവൃത്തികളിലും മറ്റ് നിർമ്മാണങ്ങളിലും എല്ലാമുള്ള അഴിമതികൾ ഓരോന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ, ജില്ലാ പഞ്ചായത്തിന്റെ തന്നെ സ്റ്റേറ്റ് ഓഡിറ്റ് റിപ്പോർട്ടിൽ കൃത്യമായി അക്കമിട്ട് നിരത്തിയിട്ടുണ്ട് എന്ന കാര്യം കൂടെ കഴിഞ്ഞ ദിവസം പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് പറയാൻ വേണ്ടി കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് വാങ്ങിയ ഒരു സ്വകാര്യ ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ട് ജില്ലാ ആശുപത്രിക്ക് സമീപം വാങ്ങിയ ഒരു ഭൂമിയുമായി ബന്ധപ്പെട്ട വലിയ ഒരു അഴിമതിയിൽ നടന്ന ഒരു തരത്തിലും പ്രയോജനപ്പെടാത്ത, ബിൽഡിംഗ് എടുക്കാൻ കഴിയാത്ത, പ്രതിരോധ മന്ത്രാലയവുമായി സ്ഥലവുമായി അതിർത്തി പങ്കിടുന്ന, ഡിഫൻസ് ലാൻഡുമായി അതിർത്തി പങ്കിടുന്ന ഈ പറഞ്ഞ പുരാവസ്തു വകുപ്പിന്റെ ഉൾപ്പെടെ സ്ഥലങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കോസ്റ്റൽ സോണിൽ TRZ ലെവൽ 2-ൽ സ്ഥിതി ചെയ്യുന്ന ഇത്രയേറെ വിഷയങ്ങൾ നിലനിൽക്കുന്ന ഒരു സ്ഥലം ബിൽഡിംഗ് എടുക്കാനെന്ന പേരിൽ അവിടെ സാധ്യമല്ല എന്നറിഞ്ഞിട്ടും 2.5 കോടിയോളം രൂപയ്ക്ക് അത് പർച്ചേസ് ചെയ്യുന്നു. അക്കാര്യത്തിൽ ഉൾപ്പെടെ വലിയ ക്രമക്കേടും അഴിമതിയും നടന്നതായിട്ട് ഉള്ള ഓഡിറ്റ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള പരാമർശങ്ങൾ, ഇതെല്ലാം സൂചിപ്പിക്കുന്നത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും PP ദിവ്യ നടത്തിയിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ അനധികൃതമായ സ്വത്ത് സമ്പാദനവും അഴിമതിയും ബിനാമി ഇടപാടുകളും തന്നെയാണ്. അതിന്റെ പ്രകടമായ ലഭ്യമായ തെളിവുകൾ അടിസ്ഥാനത്തിൽ, കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ പുറത്തു വന്ന കാര്യങ്ങൾ മാത്രമാണിത്. കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടാവണം, കൂടുതൽ തെളിവുകൾ പുറത്തു വരേണ്ടതുണ്ട്. ഇതിനകത്ത് കാര്യക്ഷമമായ, കൃത്യമായ, മാതൃകാപരമായ നടപടി ഉണ്ടാകണം. കാരണം ഇത് പൊതുജനങ്ങളുടെ പണമാണ്, അവരുടെ നികുതി പണമാണ്. ഇങ്ങനെ കൊള്ളയടിച്ച് ഇവരൊക്കെ ദുർവിനിയോഗം ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അക്കാര്യത്തിൽ ഇനി എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും ഈ വിഷയത്തിൽ നിയമ പോരാട്ടവുമായി ശക്തമായി തന്നെ മുന്നോട്ട് പോകും. ഷമാസ, ഇതിൽ ഒരു ചെറിയ കാര്യം കൂടെ ചോദിച്ചോട്ടെ. അതായത് ഇപ്പോ ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, നവീൻ ബാബു എന്ന ആ ഉദ്യോഗസ്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആദ്യം ഒരു രാഷ്ട്രീയ യുവ നേതാവ് എന്ന രീതിയിൽ പ്രതികരണം താങ്കളുടെ ഭാഗത്തു നിന്നാണ് ആദ്യം വരുന്നത്. അതൊരു കൊലപാതകമാണ് എന്നും ഇതിൽ പ്രാദേശിക നേതാക്കൾക്ക് പങ്കുണ്ടെന്നും മരണം കഴിഞ്ഞ് ഏറ്റവും അടുത്ത ദിവസം തന്നെ താങ്കളുടെ ഒരു സ്റ്റേറ്റ്മെന്റും വന്നിരുന്നു. ഞാൻ പറയുന്നത് ശരിയല്ലേ? അതിൽ അക്കാര്യത്തിലൊരു ചില ദുരൂഹതകൾ ഇപ്പോഴും നിലനിൽക്കുന്നു. അതുകൊണ്ടാണല്ലോ CPM-ഉം പാർട്ടിയും സർക്കാരും എല്ലാം ഈ മരണം CBI അന്വേഷണം ഉൾപ്പെടെ വേണ്ടതില്ല, നവീൻ ബാബുവിന്റെ കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെടുമ്പോൾ എന്തിനാണ് സർക്കാർ ഇക്കാര്യത്തിൽ മറിച്ചൊരു നിലപാടെടുക്കുന്നത്? സർക്കാരിനോ CPM-നോ പാർട്ടിക്കോ എന്തെങ്കിലും മറക്കാനില്ല എങ്കിൽ എന്തിന് ഹൈക്കോടതി അങ്ങനെ നിലപാടെടുത്തു? CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നേരിട്ടിറങ്ങി CBIയുടെ ആവശ്യമില്ല എന്നെന്തിന് പറഞ്ഞു? ആരെ സംരക്ഷിക്കാൻ? ഇതിനകത്തൊക്കെ ഇപ്പോഴും ചുരുളഴിയാത്ത ചില രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് പുറത്തു വരുമെന്ന ഭയം CPM-ന്റെ ഉന്നതരായ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്കുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ പറഞ്ഞ MV ഗോവിന്ദൻ മാഷ് ഉൾപ്പെടെയുള്ള ആളുകളുടെ പൂർണ്ണമായ സംരക്ഷണത്തിലായിരുന്നു CP ദിവ്യ. പാർട്ടി നേതൃത്വം ഒന്നടങ്കം നിങ്ങൾ തന്നെ ശ്രദ്ധയിൽപ്പെടേണ്ട പാർട്ടി നടപടിയില്ല,
ഇവയ്ക്കെതിരെ പാർട്ടി നടപടി ഉണ്ടാകില്ലെന്ന തീരുമാനം വരുന്നു. പിന്നീട് ഏത് ഘട്ടത്തിലാണ് അതിനകത്ത് മാറ്റം വരുന്നത് എന്ന് കൂടി നമ്മൾ ആലോചിക്കൊണ്ടിരിക്കുന്നു. പൊതുസമൂഹത്തിന് മുമ്പിൽ CPM ആകെ പ്രതിരോധത്തിലാകുന്ന, വല്ലാതെ പ്രതിക്കൂട്ടിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകുന്ന ചില വിവരങ്ങൾ പുറത്തു വരുന്നു. ഈ ഒരു സാഹചര്യത്തിലൊക്കെയാണ് മറിച്ചൊരു തീരുമാനം ഉണ്ടായത്. നിക്കക്കള്ളി ഇല്ലാതെയാണെങ്കിലും അങ്ങനെ ഒരു പുറത്താക്കൽ നടപടിയും മറ്റു നടപടിയിലേക്ക് കടക്കേണ്ടി വന്നു. അപ്പോഴും നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകളും അതിന്റെ പിന്നാമ്പുറ കഥകളും ഇപ്പോഴും ചുരുളഴിയാതെ ദുരൂഹമായി തന്നെ അവശേഷിക്കുകയാണ്. അക്കാര്യത്തിൽ ഒരു വ്യക്തത കൂടി വരേണ്ടതുണ്ട്. പല CPM നേതാക്കന്മാർക്കും ഇക്കാര്യത്തിലുള്ള ബന്ധം എന്താണ്, ഇക്കാര്യത്തിലുള്ള താല്പര്യങ്ങൾ എന്തായിരുന്നത് സംബന്ധിച്ചൊക്കെ വളരെ വ്യക്തമായ മറുപടി അനിവാര്യമായ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോഴും കടന്നു പോകുന്നത്. ഏതായാലും സമാജ്, താങ്കളെ നമ്മൾ തുടർന്നും വിളിക്കുന്നതാണ്. ഏതായാലും വിഷയത്തിൽ ചുരുങ്ങിയ സമയത്തിനിടയിൽ നമ്മോട് പ്രതികരിച്ചതിൽ നന്ദി. താങ്ക് യു. ഓക്കെ, താങ്ക് യു.